ആധാറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അറിയിക്കണം. നമ്മുടെ ആധാറിൽ നമുക്ക് തോന്നുന്ന പോലെ എത്ര തവണയും വിവരങ്ങൾ മാറ്റാൻ സാധിക്കുകയില്ല. നമ്മുടെ ആധാർ ഡാറ്റയിൽ മാറ്റം വരുത്തുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിൽ പല ആളുകൾക്കും അറിയുമെന്നറിയില്ല. നമ്മുടെ ആധാറിൽ പേര് 2 തവണ മാത്രമാണ് ഒരാളുടെ ജീവിത കാലഘട്ടത്തിൽ മാറ്റാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ജെൻഡർ മാറ്റണമെങ്കിൽ, ആരെങ്കിലും തെറ്റായ ജെൻഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ ഒറ്റത്തവണ മാത്രമാണ്. അതേപോലെ ജനനത്തീയതി ഒറ്റത്തവണ മാത്രമാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക. പേരുമാറ്റം നമുക്കറിയാം, ആദ്യഘട്ടത്തിലേക്ക് ഓൺലൈൻ വഴി നമുക്ക് പേര് മാറ്റാൻ സാധിക്കുമായിരുന്നു. പേര് കറക്ഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു, അതിൻ്റെ പ്രൂഫ് ഓഫ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത്. ഇപ്പോൾ അത് പറ്റില്ല. നിലവിൽ ആധാർ സെൻറ്ററുകളിൽ പോയി മാത്രമാണ് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. ആധാറിൻ്റെ അഡ്രസ്സ് മാത്രം നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ മാറ്റം വരുത്താൻ സാധിക്കും. അത് അൺലിമിറ്റഡ് ടൈമാണ്. പേര് മാറ്റണമെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് SSLC ബുക്കോ പാസ്പോർട്ടോ തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ച് പേര് മാറ്റം ചെയ്യാൻ സാധിക്കുമായിരുന്നു. നിലവിലുള്ള നിയമപ്രകാരം നമുക്ക് പേര് മാറ്റണമെങ്കിൽ ഗവൺമെൻറ് ഗസറ്റിൽ ഒരു പരസ്യം ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് പേര് മാറ്റാൻ സാധിക്കുകയുള്ളൂ. പേര് മാറ്റം എന്ന് പറഞ്ഞ ആളുകൾ വിചാരിക്കേണ്ട, പേര് മാറ്റം എന്ന് വെച്ചാൽ ഒരാളുടെ പേര് മുഹമ്മദ് എന്നുള്ളത് മുനീർ എന്നാക്കി മാറ്റുന്നതാണെന്ന്. പേര് മാറ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെല്ലിംഗ് എറർ കറക്ഷൻ ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആധാർ ഇനീഷ്യൽ ഇല്ലാത്ത ആളുകളുടെ ഇനീഷ്യൽ ആഡ് ചെയ്യുന്ന കാര്യമൊക്കെ പേര് മാറ്റത്തിൻ്റെ പരിധിയിൽ വരും. പല ആളുകളെയും SSLC ബുക്കിൽ ചിലപ്പോൾ ഇനീഷ്യൽ ഉണ്ടാവും, ആധാറിൽ ഇനീഷ്യൽ ഉണ്ടാവില്ല, തിരിച്ചും ഉണ്ടാവും. ഇങ്ങനെ പല കറക്ഷൻസ് ഉണ്ടാവും. അപ്പം നിലവിലുള്ള പുതിയ വ്യവസ്ഥ പ്രകാരം ആധാറിൽ പേര് മാറ്റുവാൻ വേണ്ടി ഇത്തരം പുതിയ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കാര്യം അറിയുക. അതുപോലെ തന്നെ ജനനത്തീയതി മാറ്റുവാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പിന്നെ ജെൻഡർ ഒരു തവണ മാത്രം മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അഡ്രസ്സ് അൺലിമിറ്റഡ് ആയിട്ട് മാറ്റം വരുത്താൻ സാധിക്കും. നമുക്ക് ഒരു ആധാർ സെൻറ്ററിൽ പോയിട്ട് മാത്രമാണ് ഇത് ചെയ്യാൻ സാധിക്കുക. ആധാർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളുണ്ട്, പോസ്റ്റ് ഓഫീസുകളുണ്ട്, ബാങ്കുകളുണ്ട്. അതുപോലെ തന്നെ ചില CSC കേന്ദ്രങ്ങളിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ ചില ആധാർ സെൻറ്റർ നേരിട്ട് നടത്തുന്ന ആധാർ സെൻറ്റർ, ഗവൺമെൻറ് CSC ഒക്കെ നേരിട്ട് നടത്തുന്ന ആധാർ സെൻറ്ററുകളുണ്ട്. ഇത്തരം സെൻറ്ററുകളിൽ പോയിട്ടും ഈ കാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെയൊക്കെ കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് നടത്തുന്ന സമയത്ത് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് കൃത്യമായിട്ട് മാച്ചഡായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം വെച്ചാൽ ഒരാളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ബേസിക് ഡോക്യുമെൻ്റ് ആണ്. ആ സമയത്ത് തന്നെ നമ്മളിത് നോക്കി ഉറപ്പുവരുത്തിക്കാൻ പിന്നീട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ അറിവിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലെ അറിവിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഈ ഒരു വിവരങ്ങൾ നിങ്ങൾ പ്രത്യേകം ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു.